അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിയാസ് കാറിലാണ്. ഇത് നമ്മൾ 2016 മേടിച്ച വണ്ടിയാണ്. 2016 നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 ഇയേഴ്സോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 1.5 ലിറ്റർ 4 സിലിണ്ടർ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ അന്ന് മേടിച്ചതുകൊണ്ട് തന്നെ അന്ന് ഇറങ്ങിയതിൽ അത്യാവശ്യം പ്രീമിയം ഒരു വണ്ടിയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് 10 വർഷം കഴിഞ്ഞപ്പം ഇതിന് ഏകദേശം എന്ത് മൈലേജ് കിട്ടുന്നുണ്ട് എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് സംഗതി കിലോമീറ്റർ സീറോ ആക്കിയിട്ട് ഇനി നമ്മളൊരു 100-150 കിലോമീറ്റർ വണ്ടി ഓടിക്കും. വണ്ടി ഓടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഫുൾ ടാങ്ക് ആക്കും. അപ്പോൾ നമുക്ക് എത്ര ലിറ്റർ ആയി, അത്രയും കിലോമീറ്റർ ഓടാൻ എത്ര ലിറ്റർ പെട്രോൾ ആവശ്യം വന്നു എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ ഇതിന് മൈലേജ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഏതാണ്ട് 79,739 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വണ്ടി ഒന്ന് ഫുൾ ടാങ്ക് പെട്രോൾ ആക്കുകയാണ്. അങ്ങനെ ഫുൾ ടാങ്ക് പെട്രോൾ ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും മീറ്റർ റീസെറ്റ് ചെയ്ത് സീറോയിലാക്കും. എന്നിട്ട് ഇന്നിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്കാണ്. അപ്പോൾ നമ്മൾ തൊടുപുഴ ടു കാഞ്ഞിരപ്പള്ളി പോകുമ്പം ആ റൂട്ട് അറിയാവുന്നവർക്കറിയാം, നമുക്ക് അത്യാവശ്യം കയറ്റമുണ്ട്, ഇറക്കങ്ങളുണ്ട്, ഹെയർ പിൻ ബെഞ്ചുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലുള്ളൊരു ടെറൈനാണ് നമ്മളിപ്പോൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ പപ്പയുണ്ട്, അമ്മയുണ്ട്, എൻ്റെ വൈഫുണ്ട്, പിന്നെ നമ്മുടെ ഒരു അങ്കിളും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 5 പേരാണ് നമ്മൾ. ഫുൾ ലോഡായിട്ടാണ് നമ്മൾ വണ്ടി പോകുന്നത്. അപ്പം അങ്ങനെ ഫുൾ ലോഡായിട്ട് നമ്മൾ ഇവിടുന്ന് ഏകദേശം കാഞ്ഞിരപ്പള്ളി വരെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഈ ത്രൂ ഔട്ട് ട്രിപ്പിൽ നമ്മൾ അധികം കാല് കൊടുത്ത് വണ്ടി ഓടിച്ചില്ല കേട്ടോ. നമ്മളെപ്പോഴും ഒരു 60-80 ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ലോ ഗിയറിൽ പോകാനാണ് നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വണ്ടി ഈ ഫുൾ ട്രിപ്പിൽ ഓടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ആ സെയിം പെട്രോൾ പമ്പിൽ തന്നെ വന്ന് വീണ്ടും വണ്ടി ഫുൾ ടാങ്ക് ആക്കുവാണേ. അപ്പം നമ്മൾ ഏകദേശം ഫുൾ ടാങ്ക് ആക്കി വന്നപ്പോൾ നമുക്ക് വന്നത് 560 രൂപയുടെ പെട്രോളാണ്. അതായത് 5.29 ലിറ്ററാണ് നമുക്ക് ഏകദേശം ആയത്. നമ്മുടെ വണ്ടി ഓടിയിരിക്കുന്നത് 124.4 കിലോമീറ്ററാണ്. അപ്പോൾ നമുക്ക് 124.4 കിലോമീറ്റർ ഓടാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വന്ന പെട്രോൾ 5.29 ലിറ്ററാണ്. അപ്പോൾ നമ്മളത് ഏകദേശം ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 23 കിലോമീറ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ നല്ലൊരു മൈലേജാണ് നമുക്ക് വണ്ടിക്ക്.